ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. നന്ദുവിനെയും കൊണ്ട് ആദർശും അനിയും നയനയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. നയനയും കനകയൊക്കെ പെട്ടെന്ന് ഇറങ്ങി വരും. മോളെ വല്ലതും പറ്റിയോ എന്നൊക്കെ ചോദിച്ച് കനകയും നയനയും ടെൻഷൻ അടിക്കുന്നുണ്ട്. അന്നേരം ഗോവിന്ദൻ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ചോദിക്കും, എന്താ പറ്റിയേ, എന്തായിരുന്നു പ്രശ്നമെന്നൊക്കെ. അപ്പോൾ അനി പറയുന്നുണ്ട്, ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയതാ, അത് അവിടുന്ന് ഞങ്ങൾ രക്ഷിച്ചുകൊണ്ട് വരികയായിരുന്നെന്ന്. അപ്പോൾ ആദർശും പറയും, തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ അനി പറയുന്നുണ്ട്, ഗുണ്ടകളൊക്കെ അങ്ങ് ഓടിപ്പോയി, അതുകൊണ്ട് ആരാണെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല, എന്നാലും അനാമികയെ അവളുടെ അച്ഛനും അമ്മയും ആയിരിക്കും ഇതിൻ്റെ പുറകിലെന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറയും. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് നമുക്ക് തെളിവൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ പറയണ്ടെന്ന്. എന്നാലും കഴിഞ്ഞ ദിവസം നന്ദു ഇവിടെ വെച്ച് അനാമിയെ തല്ലുകയും തൊഴിക്കുകയൊക്കെ ചെയ്തില്ലേ, അതിന് പകരം വീട്ടിയതായിരിക്കും അവൾ എന്ന് പറയും. നയനയും കനകയും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നന്ദുവിനെ ഉപദ്രവിച്ചത് അനാമിക ആയിരിക്കില്ല എന്നുള്ള രീതിയിൽ. അന്നേരം ആദർശ് പറയും, മോനെ നീ പോയി എന്തായാലും അനാമിയെ വിളിച്ചുകൊണ്ട് വരണമെന്നൊക്കെ. അതൊന്നും നടക്കുന്ന കാര്യമേ അല്ല, എന്നെ ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ലാത്ത എൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് വരാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഇത്രയും ടെൻഷൻ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അനി അങ്ങ് ഇറങ്ങിപ്പോവും. അന്നേരത്തേന് ആദർശ് നയനയോട് കനകയോടൊക്കെ പറയും, എല്ലാത്തിനും കാരണക്കാരൻ നിങ്ങളാ, അനാമിക അവളുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാനായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നല്ലോ, നിങ്ങളാരും എന്നോട് പറഞ്ഞും തന്നില്ല, പറഞ്ഞിരുന്നെങ്കിൽ നന്ദുവും അനിയും ഒന്നിച്ചില്ലായിരുന്നെങ്കിൽ പോലും അനാമിക അവൻ്റെ ജീവിതത്തിലേക്ക് വരത്തില്ലായിരുന്നു, അത് നിങ്ങൾ ഓർക്കണമായിരുന്നു എന്നൊക്കെ പറയും. അന്നേരത്തേന് ആദർശൻ അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും സങ്കടമൊക്കെ ആകുന്നുണ്ട്. പക്ഷേ നയന നന്ദുവിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് അങ്ങ് പോകും. അപ്പോൾ കനക ഗോവിന്ദനോട് പറയുന്നുണ്ട്, അവസാനം ജ്യോത്സ്യം പറഞ്ഞ പോലെ തന്നെ സംഭവിക്കുമോ, നന്ദുവിൻ്റെ ജീവിതത്തിലേക്ക് അനി തന്നെ വരുമോ എന്നൊക്കെ ചോദിക്കും. അന്നേരത്തേന് ഗോവിന്ദൻ പറയും, അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം, അതുപോലെ അവരെ തമ്മിൽ അകറ്റാനും നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കനക പറയുന്നുണ്ട്, എന്നാലും ആ ജ്യോത്സ്യൻ അങ്ങ് തറപ്പിച്ച് പറയുകയായിരുന്നു, സ്നേഹിച്ച ചെറുപ്പക്കാരൻ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞാൽ പോലും എങ്ങനെയും കറങ്ങി തിരിഞ്ഞ് നന്ദുവിൻ്റെ അടുത്ത് തന്നെ വരുമെന്നാണ് പറഞ്ഞെന്ന് പറയും. നമ്മൾ ഇനി അതിനു വേണ്ടി ഒന്നും ശ്രമിക്കുകയോ ശ്രദ്ധിക്കുകയോ ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് ഗോവിന്ദൻ അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അനാമികയുടെ ദേഷ്യമാണ്. അനാമിക അങ്ങ് അനിയെ നന്ദുവിനെ ഒരുമിച്ച് കണ്ടതിൻ്റെ കലിപ്പിലാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛനെ ഒന്നിനും കൊള്ളില്ല, അച്ഛൻ കുറേ ഗുണ്ടകളെ എല്ലാ പ്രാവശ്യവും ഏർപ്പാട് ചെയ്യും, എന്നിട്ട് അവരച്ഛൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് മുങ്ങും, എന്നിട്ട് അവൾ ദേ സുഖമായിട്ട് അനിയുടെ കൂടെ നടക്കുന്നു, എനിക്കിതൊന്നും സഹിക്കാനേ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ വേണു പറയും, മോളെ അവർ പേര് കേട്ട ഗുണ്ടകളാണെന്ന്. ഇങ്ങനെ അച്ഛൻ്റെ കയ്യിൽ നിന്നൊക്കെ കാശ് തട്ടി മാറ്റുന്ന പോലെ തന്നെ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പൊക്കെ നടത്തി കാശ് മേടിക്കുന്ന കാര്യത്തിലായിരിക്കും അവർ പേരെടുത്തിരിക്കുന്നത്, അല്ലാതെ ഇവന്മാരെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളത്തില്ലല്ലോ എന്നൊക്കെ പറയും. അന്നേരത്തേന് രേവതിയും പറയുന്നുണ്ട്, അവരെവിടെ പോയതാണെന്ന് പുറകെ ഒന്ന് പോകേണ്ടതായിരുന്നു, നന്ദു അനിയും കൂടെ പിന്നീട് കാറെ കയറിപ്പോയല്ലോ, അന്നേരം അത് എവിടെ പോയതാണെന്ന് വിചാരിക്കുന്നു. അന്നേരത്തേന് ഉടനെ അത് അറിഞ്ഞിട്ട് എന്നെ എടുക്കാനാന്ന് അനാമയെ ചോദിക്കും. അതല്ല, അവർ വല്ല ഹോട്ടലിലോട്ടുമാണ് റൂം എടുക്കാനോ വല്ലതും പോയതാണെങ്കിൽ എൻ്റെ മോളുടെ താലിക്ക് വലിയ വില ഒന്നും കാണത്തില്ലെന്ന് പറയും. അല്ലെങ്കിലും എൻ്റെ താലിക്ക് ഒരു ബലവും ഇല്ല, അതേ നിമിഷവും പൊട്ടി താഴെ വീഴാമെന്ന് അനാമിക പറയും. അന്നേരത്തേന് വന്ന് വേണു ചോദിക്കുന്നുണ്ട്, മോളെ നീ ഇനിയും കഴിവതും അനാമികയുടെ മുമ്പിൽ ചെന്നൊന്നും പെട്ടേക്കരുത്. അതെന്താണെന്ന് ചോദിക്കും. അതല്ല, നമ്മളാണ് അവളെ തട്ടിക്കൊണ്ട് പോകാനുള്ള ഏർപ്പാട് ചെയ്തെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ നിന്നെ വീണ്ടും കൈവെക്കുമെന്ന് പറയും. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, എന്നെ മാത്രമല്ല അച്ഛനെയും അമ്മയും അവൾ എടുത്ത് അലക്കും, 3-4 പേരെയൊക്കെ ഒരുമിച്ച് എടുത്ത് അടിച്ചിടാനൊക്കെ അവൾക്ക് ഒരു പേടിയുമില്ല കേട്ടോ, നിങ്ങൾ കരുതി ഇരുന്നോളാൻ പറയുന്നുണ്ട്. പിന്നെ എൻ്റെ സ്വർണം വിറ്റ കാശാണ് ഞാൻ ഈ ഗുണ്ടകൾക്ക് കൊടുക്കാനായിട്ട് തന്നത്, അച്ഛൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേനും എൻ്റെ സ്വർണം എടുത്ത് വിൽക്കുന്നത്, വെറുതെ എൻ്റെ സ്വർണം വിറ്റ് ആ കാശും പോയി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അനാമിക അകത്തേക്ക് അങ്ങ് പോകും. ദേവയാനിക്കാണെങ്കിൽ ആകെ ടെൻഷനും സംശയമാണ്. നയനയായിരിക്കുമോ തനിക്ക് കരൾ തന്നതെന്നുള്ള ഒരു ടെൻഷനുണ്ട് ദേവയാനിക്ക്. അന്നേരം ദേവയാനി മനസ്സിൽ ഓർക്കുന്നുണ്ട്, മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞത്, നിൻ്റെ മരുമോൾ നിന്നെ അമ്മയായിട്ടാണ് കരുതുന്നത്, അതുപോലെ നിനക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ജീവൻ വരെയും തരാനും അവൾ ഒരുക്കമാണ് എന്നൊക്കെ പറയും. അതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശ് അങ്ങോട്ട് കയറി വരുന്നത്. ആദർശ് വന്നിട്ട് അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, അമ്മയെ ആത്മാഭിമാനം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടെന്ന്, അതെന്താ നീ എന്നോട് അത് പറഞ്ഞെന്ന് ചോദിക്കും. അതല്ല, അമ്മ എന്ന് വിളിക്കാതെ നയന ഇങ്ങോട്ട് ഇനി വരത്തില്ല എന്ന് പറഞ്ഞെന്ന് പറയും. അതെന്താ, അവൾക്ക് ഇങ്ങോട്ട് വന്നാൽ ഞാൻ അവളുടെ മുമ്പിൽ താന്നു കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലേ, അങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കും മരുമക്കളെല്ലാം, പക്ഷേ
അമ്മമാരാരും ആലോചിക്കുന്നില്ല അങ്ങനെ ഒരു കാര്യം. മരുമക്കളുടെ മുമ്പിൽ താണു കൊടുക്കാൻ അവർക്ക് ഒട്ടും ആഗ്രഹമില്ല എന്ന് പറയും. അതല്ലമ്മേ, ചെയ്യേണ്ട കാര്യങ്ങൾ സമയാസമയങ്ങളിൽ തന്നെ നമ്മൾ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ പിന്നീട് അതോർത്ത് നമ്മൾ ദുഃഖിക്കേണ്ടി വരുമെന്ന്. അത് തന്നെയാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. ഞാനൊരു ചെക്ക് നിന്നെ ഏൽപ്പിച്ചിരുന്നല്ലോ, എന്നിട്ട് ആ ചെക്ക് നീ അവർക്ക് കൊടുത്തില്ലായിരുന്നു എന്ന് ചോദിക്കും. അത് അവർക്ക് ക്യാഷിൻ്റെ ആവശ്യമില്ലാഞ്ഞിട്ടാന്ന് പറയും. എന്നാലും അവരുടെ അക്കൗണ്ട് നമ്പർ മേടിച്ചിട്ട് എന്നാൽ പിന്നെ അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കത്തില്ലായിരുന്നു എന്ന് ചോദിക്കും. വേണ്ട, അവർക്ക് ക്യാഷ് വേണ്ട എന്നാ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവരുടെ നമ്പർ നീ എനിക്ക് താ, ഞാൻ അവരെ ഒന്ന് വിളിക്കട്ടെന്ന് പറയും. ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് ആദർശ് ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങുന്നുണ്ട്. അന്നേരം മനസ്സിൽ പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് എന്നെ തന്നെ വിളിക്കുന്നതെന്ന്. അപ്പോൾ ആദർശ് വിളിക്കുന്നത് നോക്കി നിൽക്കുകയാണ് ദേവയാനി. എന്നിട്ട് ഉടനെ ആദർശ് പറയും, എന്താണെന്ന് അറിയത്തില്ലമ്മേ, റേഞ്ച് ഇല്ലെന്ന് തോന്നുന്നു, ഔട്ട് ഓഫ് കവറേജാണ് പറയുന്നത് എന്ന് പറഞ്ഞ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഫോൺ വെക്കും. അപ്പോഴത്തേന് ദേവയാനി ചോദിക്കും, ഇനി എല്ലാ കാലവും ഇതുപോലെ തന്നെ ആ ഫോൺ ഔട്ട് ഓഫ് കവറേജ് തന്നെ ആയിരിക്കുമോ എന്ന് ചോദിക്കും. എന്ത് ചെയ്യാനാമേ, വിളിച്ചിട്ട് കിട്ടണ്ടേ എന്ന് ആദർശ് പറയുന്നുണ്ട്. എന്താ നിങ്ങളെല്ലാം എന്നിൽ നിന്നിങ്ങനെ മറച്ചു പിടിക്കുന്നത്? ആ കുട്ടിയും ഹസ്ബൻഡിനെയും എനിക്ക് അവരെ കാണണം, എന്തായാലും ഉടനെ തന്നെ കാണേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് അങ്ങ് ടെൻഷൻ ആകുന്നുണ്ട്. എനിക്ക് നിൻ്റെ ഭാര്യയല്ല കാണേണ്ടത്, എനിക്ക് കരൾ തന്ന പെൺകുട്ടിയെയാണ് കാണേണ്ടത് എന്ന് പറയും. അപ്പോൾ ആദർശ് പറയും, ഉടനെ തന്നെ കാണിക്കാം അമ്മ എന്ന് പറഞ്ഞ് ആദർശ് ഇറങ്ങി അങ്ങ് പോകും. എന്നിട്ട് താഴെ വന്നിരുന്ന് അനിയോട് നവിയോടുമായിട്ട് പറയുന്നുണ്ട്, എന്താ അമ്മയോട് ഇനി മറുപടി പറയേണ്ടെന്ന് അറിയത്തില്ല, അമ്മയ്ക്ക് സംശയം ഉണ്ടെന്ന് തോന്നുന്നു, അമ്മ കരൾ തന്ന പെൺകുട്ടിയെ കാണണമെന്ന് പറഞ്ഞുള്ള ബഹളത്തിലാന്ന് പറയും. അപ്പോഴത്തേന് നവി പറയുന്നുണ്ട്, അവളാണെങ്കിൽ അമ്മ വന്ന് വിളിച്ചാലേ വരുന്നുള്ളൂ എന്നുള്ള പരുവത്തിലാണ് നിൽക്കുന്നത്, അമ്മായിയോട്ട് വിളിക്കുന്നുമില്ല എന്ന് പറയും. എന്ത് ചെയ്യുവേട്ടാ, ഇനി സത്യങ്ങൾ വല്യമ്മയോട് പറയേണ്ടി വരുമോ എന്ന് ചോദിക്കും. പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ സത്യങ്ങൾ വിളിച്ച് പറയുക തന്നെ ചെയ്യുമെന്ന് ആദർശ് പറയും. ആ സമയത്താണ് ദേവയാനി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ എല്ലാവരോടും കൂടി ഒരു ഗൂഢാലോചനയെന്ന്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അല്ല നയനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുന്ന കാര്യം പറഞ്ഞതാണെന്ന് പറയും. അതിനെന്താ അവൾക്ക് ഇങ്ങോട്ട് വന്നുകൂടെ എന്ന് ചോദിക്കും. അതല്ല, അമ്മായി എന്ന് വിളിച്ചാലേ അവൾ വരുവുള്ളൂ എന്ന് പറയും. അവൾ ഒറ്റ വാശിയില്ലെന്ന് പറയും. അവളെന്തിനാ വാശി എടുക്കുന്നത്? അവൾക്ക് കാലിനും കൈക്കും കുഴപ്പമൊന്നുമില്ലല്ലോ, അവൾക്ക് ഇനി വന്നുകൂടെ, ഞാനിങ്ങോട്ട് വരണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും. അന്നത്തേന് ആനി പറയും, അതല്ല നയനടുത്തി അവിടെ നിൽക്കുന്നതിൽ ആദർശേട്ടന് സങ്കടമുണ്ടെന്ന് പറയും. അതിനെന്താ, ഇപ്പം ഇവൻ അവർക്ക് വീടൊക്കെ എടുത്ത് കൊടുത്തില്ലേ, അതുകൊണ്ട് ആ വീട്ടിൽ അവൾ സുഖമായിട്ട് അവിടെ തന്നെ അങ്ങ് ജീവിച്ചോട്ടെന്നൊക്കെ ദേവയാനി പറയുന്നത് കേൾക്കുമ്പോഴത്തേന് ആദർശിന് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. അമ്മ ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട ബാ എന്ന് പറഞ്ഞ് ആദർശ് ദേവയാനിയെ പിടിച്ചുകൊണ്ട് അങ്ങ് പോകും. അന്നേരത്തേന് അനിയോട് നവി ചോദിക്കുന്നുണ്ട്, നീ എന്നാ അനാമിയെ വിളിച്ചുകൊണ്ട് വരുന്നത്? ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വരാനൊന്നും ഉദ്ദേശിക്കുന്നേ ഇല്ല. ആദർശേട്ടൻ നയനടുത്തെ വിളിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞാൽ ആദർശേട്ടൻ്റെ സ്നേഹമുള്ള ഭാര്യയെ വിളിച്ചുകൊണ്ട് വരുന്നത്. എൻ്റെ ഭാര്യ എന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല, അത് കാരണം എനിക്ക് അവളെ വിളിച്ചുകൊണ്ട് വരാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ലെന്ന് പറഞ്ഞ് ആനി അങ്ങ് പോകും. മുത്തശ്ശൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ റിസൾട്ടൊക്കെ ചെക്ക് ചെയ്തിട്ട് പറയുന്നുണ്ട്, സാറിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയോ അത്ഭുതം നടന്നതാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇത്ര പെട്ടെന്ന് രോഗം മാറുമെന്ന് തോന്നുന്നില്ല എന്ന്. അതെന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞ് എന്ന് ചോദിക്കും. പറയും 100% അസുഖം മാറിയിട്ടുണ്ടെന്ന് പറയും. അത് സന്തോഷമുള്ള കാര്യമാണല്ലോ എന്നൊക്കെ മുത്തശ്ശൻ പറയും. അതിന് ശരിക്കുമുള്ള കാരണം എന്നെ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥനയും പിന്നെ അയ്യപ്പ സ്വാമിയാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയും, എന്തായാലും ഡോക്ടർ നമ്മൾ ഈ കാര്യം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരും അറിയണ്ടെന്ന് പറയും. അപ്പോൾ മുത്തശ്ശനോട് ഡോക്ടർ ചോദിക്കേണ്ട, അതെന്താ സാർ മറ്റുള്ളവർ അറിഞ്ഞാൽ അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ എന്ന്. അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്, പക്ഷേ നമുക്കൊരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേന് കുറച്ച് പേരെങ്കിലും പല കാര്യങ്ങൾക്കും വിട്ടുവീഴ്ചകളൊക്കെ നടത്തുമല്ലോ. വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ട്. കുറച്ച് പേര് ഞാൻ ജീവിച്ചിരിക്കണമെന്നും കുറച്ച് പേർക്ക് ഞാൻ എത്രയും പെട്ടെന്ന് സ്വത്തൊക്കെ എഴുതി തന്നിട്ട് ഇവിടുന്ന് പോകണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഈ അസുഖം ഇതുപോലെ തന്നെ നിൽക്കുന്നതായിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയും. അതിനെന്താ സാർ പറയുന്ന പോലൊക്കെ തന്നെ ഞാൻ ചെയ്യാം, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയും. എന്നാൽ നമുക്ക് വേറൊരു ദിവസം ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യണം, ഡോക്ടർ ഒരു ദിവസം പറയണമെന്ന് പറയും. ഡോക്ടർ പറയും, അതിനെന്നാ ഒരു ദിവസം ഞാൻ വിളിച്ച് പറയാമെന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് വരുന്നുണ്ട്. മുത്തശ്ശൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാൻ താമസിക്കുന്നതിന് മുത്തശ്ശി ഇരുന്ന് ടെൻഷൻ അടിക്കുന്നുണ്ട്. അദ്ദേഹം പോയിട്ട് ഒരു വിവരവും അറിഞ്ഞില്ലല്ലോ, എന്താ ഇത്രയും താമസിക്കുന്നൊക്കെ ചോദിച്ചിരിക്കുമ്പോഴത്തേന് ദേവയാനിയും ജയനും ഇരിപ്പുണ്ട്. അവർ പറയും, അച്ഛൻ ഇങ്ങനെ വന്നോളും അമ്മേ, അച്ഛന് കുഴപ്പമൊന്നും
കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയും. അന്നേരത്തേനാണ് മുത്തശ്ശൻ അങ്ങോട്ട് കയറി വരുന്നത്. അന്നേരം അച്ഛ എങ്ങനെയുണ്ട്, ഡോക്ടർ എന്ത് പറഞ്ഞു എന്നൊക്കെ ജയൻ ചോദിക്കും. പറയും, ഓ ആ അസുഖത്തിന് എൻ്റെ ദേഹത്തുനിന്ന് പോകാൻ ഭയങ്കര മടിയാണെന്ന് തോന്നുന്നു, എൻ്റെ ദേഹം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് അതുപോലെ തന്നെ അവിടെ ഉണ്ടെന്ന് പറയും. അന്നേരം അവർക്കെല്ലാം സങ്കടം വരുന്നുണ്ട്. പക്ഷേ ജലജയ്ക്ക് മാത്രം ഒരു സന്തോഷമൊക്കെ ഉണ്ട്. ഇപ്പോൾ ജയൻ പറയുന്നുണ്ട്, മല കയറി സ്വാമിയെ കണ്ടിട്ട് വന്നതിന് 3 ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ഒന്ന് അച്ഛൻ്റെ അസുഖം തന്നെയായിരുന്നു, പിന്നെ ദേവയാനിക്ക് നയനമോളോടുള്ള ദേഷ്യം മാറണം എന്നുള്ളത്, അതുപോലെ ഇത് രണ്ടും നടന്നില്ലല്ലോ, ഭഗവാൻ എന്താ കനിയാഞ്ഞത് എന്നൊക്കെ ചോദിച്ച് ജയൻ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. മുത്തശ്ശൻ അപ്പോൾ പറയുന്നുണ്ട്, നയനമോൾ ഈ വീട്ടിലില്ലാത്തതിൻ്റെ കുറവുണ്ട്. ഈ വീട്ടിൽ രാവിലെ എണീറ്റ് വീട്ടിലെ പണികളെല്ലാം തീർത്തിട്ട് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് നയനമോളാണ്. അതില്ലാത്തതിൻ്റെ ഒരു കുറവ് കാണുന്നുണ്ടായിരുന്നു. പിന്നെ നയനമോളല്ല ഗുളിക എടുത്തു തരുന്നെങ്കിൽ പോലും അത് ഡെയിലി കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ശരീരത്തിന് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു, അത് ശരീരത്തിൽ പിടിച്ചില്ല. നയനമോളുടെ കുറവ് ഒരു വല്ലാത്ത കുറവ് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ട്. ആ സമയത്ത് അപ്പം ജലജ മനസ്സിലോർക്കുന്നുണ്ട്, ഓ ഇനി അതിൻ്റെ പേരും പറഞ്ഞ് ഇനി അവളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തുകൊണ്ട് വരാത്തതിൻ്റെ കുറവാ എന്നൊക്കെ പറയും. അന്നേരം ദേവയാനിക്ക് അങ്ങ് എന്തോ ടെൻഷനൊക്കെ തോന്നുന്നുണ്ട്. അന്നേരം മുത്തശ്ശൻ കയറി അങ്ങ് പോകുന്നു. ജലജ അപ്പം ദേവയാനോട് പറയും, ആ അച്ഛൻ്റെ അടവ് കൊള്ളാം, എന്തൊക്കെ ആയാലും ഈ ഒരു ചാൻസിൽ അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞതാ ഇതൊക്കെ എന്ന് പറയും. പക്ഷേ ദേവയാനി ഒന്നും മിണ്ടുന്നൊന്നുമില്ല, ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.